ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപം KSRTC ബസ് 20 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് 3 പേർ മരിച്ചു. മാവേലിക്കര സ്വദേശികളായ അരുൺ ഹരി, സംഗീത്, രമാമോഹൻ എന്നിവരാണ് മരിച്ചത്. തഞ്ചാവൂരിൽ നിന്ന് മാവേലിക്കരയിലേക്ക് മടങ്ങി വരികയായിരുന്ന വിനോദയാത്രാ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആദ്യം പ്രതികരണത്തിലേക്ക്. ഞങ്ങൾ സഹോദരങ്ങളെല്ലാം 3-4 പേരെ ഒരാളെ കിട്ടാനുണ്ട്. നിങ്ങൾ എവിടുന്ന് കയറിയതാ? ഞങ്ങൾ മാവേലിക്കര ഡിപ്പോ. എങ്ങോട്ട് പോകാനായിട്ടോ? തിരിച്ചു പോകുമോ? അമ്പലത്തിൽ വന്നിട്ട് വെച്ചാ കണ്ടിയായിരുന്നു. ഞങ്ങൾ ഈ വണ്ടിയിൽ വന്നതാണ്. മാവേലിക്കരയിൽ നിന്ന് രാവിലെ 3 മണിക്ക് ഇറങ്ങിയതാണ്. ഞങ്ങളുടെ കൂടുതലുള്ളവർ കുറേ പേരോട് അപകടത്തിൽ പെട്ടിട്ടുണ്ട്. എങ്ങനെയും ഒന്ന് രക്ഷിക്കാൻ 34 പേരുണ്ടായിരുന്നു. മാവേലിക്കര ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ടതാണ് ഇന്നലെ. തഞ്ചാവൂരിന് പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ്. പുല്ലുപാറ എന്ന സ്ഥലത്ത് വെച്ചാണ് വണ്ടിയുടെ ബ്രേക്ക് പോയെന്നാണ് പറയുന്നത്. പറയുകയും പെട്ടെന്ന് വണ്ടി മറിയുമായിരുന്നു. ആർക്കും അപകടമില്ലെന്ന് തോന്നുന്നു, അറിയില്ല. ഓരോരുത്തരെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. വലിയ ആശങ്കയോടെയാണ് ജനങ്ങൾ ഉണ്ടായിരുന്നത്. 34 പേരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. വലിയ താഴ്ചയിലേക്ക് ബ്രേക്ക് പൊട്ടിയതിനെ തുടർന്ന് ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞു എന്നാണ് യാത്രക്കാരായ ആളുകൾ തന്നെ വ്യക്തമാക്കുന്നത്. 34 പേരുണ്ടായിരുന്നു. അതിൽ 3 പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നു എന്നതാണ് വേദനിപ്പിക്കുന്ന കാര്യം. രാവിലെ 6:15 ഈ അപകടം ഉണ്ടായത്. പരിക്കേറ്റവരെ പീരുമേട്, മുണ്ടക്കയം താലൂക്ക് ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിവരങ്ങളുമായി ആൽവിൻ തോമസ് ചേരുന്നു. ആൽവിൻ, ഈ ദൃശ്യങ്ങളിൽ തന്നെ ഭീതിപ്പെടുത്തുന്നതാണ്. കാരണം അത് ബസ് ഒരു സ്ഥലത്ത് തട്ടി നിന്നതുകൊണ്ട് മാത്രം വലിയ അപകടത്തിലേക്ക് പോയില്ല എന്ന് പറയാം. പക്ഷേ 3 പേരുടെ ജീവൻ നമുക്ക് നഷ്ടമായി. രാവിലെ 6:15 മണിയോടുകൂടിയാണ് ഈ തഞ്ചാവൂരിൽ നിന്ന് തിരിച്ച് മാവേലിക്കരയിലേക്ക് പോയ KSRTC ബസ് മുറിഞ്ഞുപുഴയ്ക്കും പെരുവന്താനത്തിനും ഇടയ്ക്കായുള്ള പുല്ലുപാറയിൽ നിയന്ത്രണം വിട്ട് അതിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടുകൊണ്ട് താഴ്ചയിലേക്ക് മറിഞ്ഞത്. ഏതാണ്ട് 20 അടി താഴ്ചയിലേക്കാണ് ബസ് മറിഞ്ഞത്. ഈ ബസ് മറിഞ്ഞെങ്കിലും ഇത് ഒരു മരത്തിൽ തട്ടി നിന്നതുകൊണ്ട് വലിയ അപകടത്തിന്റെ വ്യാപ്തി അധികമായില്ല എന്ന് വേണം ഘട്ടത്തിൽ പറയാൻ. പക്ഷേ എന്നാലും ദാരുണമായ സംഭവം എന്ന് പറയുന്നത് 3 മരണം ഈ അപകടത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിൽ 2 പേർ പുരുഷന്മാരും ഒരാൾ സ്ത്രീയുമാണ്. അതിൽ അരുൺ ഹരി, സംഗീത്, രമാമോഹൻ എന്നീ 3 പേരുടെ മരണമാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവര് മാവേലിക്കര സ്വദേശികളാണ് എന്ന് മാത്രമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പലയിടങ്ങളിൽ നിന്നുള്ള ആളുകളാണ് തീർത്ഥാടകരായി. ഇവർ തഞ്ചാവൂരിലേക്കും പിന്നീട് മധുരയിലേക്കും പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. 5-ാം തീയതി രാവിലെയാണ് മാവേലിക്കരയിൽ ഡിപ്പോയിൽ നിന്ന് ഈ ബസ് പുറപ്പെടുന്നത്. ഇന്ന് തിരിച്ച് മടങ്ങി വരുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ 3 പേർക്ക് കൂടാതെ 2 പേരുടെ പരിക്ക് ഗുരുതരമാണ്. അവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൽ മറ്റ് ആളുകൾ, അതായത് ഏതാണ്ട് 25ഓളം ആളുകളെ ഇപ്പോൾ മുണ്ടക്കയം താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. 2 പേർ പീരുമേട് താലൂക്ക് ആശുപത്രിയിലും ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുന്നു. പക്ഷേ മറ്റുള്ളവരുടെ പരിക്ക് അത്ര ഗുരുതരമല്ല. എന്നാലും നിസ്സാര പരിക്കുകൾ മാത്രമാണ് സംഭവിച്ചത്. ഇതിൽ ഏറ്റവും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നത് വലിയൊരു കൊക്കയാണ്. അതായത് നിരവധി അടി താഴ്ചയുള്ള ഒരു കൊക്കയാണ്. വലിയ കൊക്കയിലേക്ക് ബസ് മറിയാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇത് ഒരു മരത്തിൽ തട്ടി നിന്നതുകൊണ്ടാണ് 20 അടി താഴ്ചയിൽ തന്നെ ഈ ബസ് തങ്ങി നിൽക്കുകയും പിന്നീട് അവിടെ നിന്ന് ഏതാണ്ട് 6:30 മണിയോടുകൂടി തന്നെ അവിടെ ഉണ്ടായിരുന്ന അതുവഴി കടന്നുപോയ ആളുകൾ എത്രയും വേഗം അവിടെ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് വേണ്ട മാർഗങ്ങൾ സ്വീകരിച്ചു. നാട്ടുകാർ അവിടേക്ക് എത്തി. അപ്പോഴേക്കും പീരുമേട് ഫയർഫോഴ്സും എത്തിയിരുന്നു. പോലീസും അതോടൊപ്പം തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അടക്കമുള്ള ആൽവിൻ തുടരുക. ഇപ്പോൾ വാഴൂർ സോമൻ MLA ചേരുകയാണ് വിവരങ്ങളുമായി. MLA, ആ സ്ഥലത്ത് ഉള്ള ആളുകളുമായി സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഈ നിലവിലെ സാഹചര്യം? അതായത് ഇത് മാവേലിക്കര ഡിപ്പോയിൽ നിന്നും തഞ്ചാവൂർ പോയി മടങ്ങുന്ന ബസ്സായിരുന്നു. 34 പേരാണ് ആകെ ഉണ്ടായിരുന്നത്. അതില് 3 പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്. രമാമോഹൻ 55 വയസ്സ്, അരുൺ ഹരി 40 വയസ്സ്, സംഗീത് 45 വയസ്സ്. അല്പ ഗുരുതരമായ പരിക്കുള്ളത് ഒരു ബിന്ദു 50 വയസ്സിനാണ്. ശ്രീമതി ബിന്ദുവിനെയും അവരുടെ ഭർത്താവ് ഉണ്ണിത്താൻ 57 വയസ്സിനെയും മാർസ്ലീവ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. ബാക്കി ആർക്കും ഗുരുതരമായ പരിക്കില്ല. ബാക്കി എല്ലാവരും മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലുണ്ട്. ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് സംബന്ധിച്ചൊക്കെ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? എന്താണ് ഈ അപകടത്തിലെ കാരണം? ഈ അപകട കാരണം യഥാർത്ഥത്തിൽ ബ്രേക്ക് പോയതാണ് എന്ന് വിളിച്ചു പറഞ്ഞതായിട്ടാണ് അതിലുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും ഒരു ഭാഗ്യം കൊണ്ട് 500 അടി താഴ്ചയിലേക്ക് പോകേണ്ട ബസ് ഭാഗ്യത്തിന് മരത്തിൽ തങ്ങി നിന്നതുകൊണ്ടാണ് കാഷ്വാലിറ്റി കുറയാൻ ഇടയായത്.
അല്ലെങ്കിൽ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഭാഗ്യവശാൽ അത് ഉണ്ടായിട്ടില്ല. പിന്നെ എല്ലാവരും ഫയർഫോഴ്സും മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റും പോലീസും എല്ലാം കൃത്യസമയത്ത് തന്നെ പീരുമേട്ടിൽ നിന്നും പെരുവന്താനത്തു നിന്നും എത്തിച്ചേർന്നു. രക്ഷാപ്രവർത്തനങ്ങൾ പെട്ടെന്ന് നടത്തുവാൻ കഴിഞ്ഞു. ഇപ്പോൾ മുണ്ടക്കൈ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ് പരിക്ക് പറ്റിയൊക്കെ ഉള്ളത്. മറ്റാളുകളുടെ ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളില്ല എന്നാണോ മനസ്സിലാക്കുന്നത് മിനിസ്റ്റർ? അതെ, കൈയൊടിവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഗുരുതരമായ പ്രശ്നങ്ങളില്ല എന്നാണ് ആശുപത്രി അധികൃതരും പറഞ്ഞത്. വളരെയധികം നന്ദി MLA പ്രതികരിച്ചതിന്. MLA വാഴൂർ സോമൻ MLA ആണ് പ്രതികരിച്ചത്. എന്തായാലും വലിയ പരിക്കുകൾ ഉള്ള തരത്തിൽ 2 പേർ മാത്രമാണ് നിലവിലുള്ളത്. ബാക്കിയുള്ള ആളുകൾക്ക് കാര്യമായ പരിക്ക് ഇല്ല എന്നാണ് MLAയും പറയുന്നത്. ആൽവിൻ ചേരുകയാണ്. ആൽവിൻ, ഇപ്പോൾ MLA പറഞ്ഞതുപോലെ തന്നെ 500 അടി താഴ്ചയിലേക്കൊക്കെ പോകുമായിരുന്ന ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ ഒരു മരത്തിൽ തട്ടി ബസ് നിന്നതുകൊണ്ട് നമുക്ക് ആ തരത്തിലുള്ള ഒരു വലിയ അപകടത്തിലേക്ക് പോകാതിരുന്നത്. പക്ഷേ നമുക്ക് 3 പേരുടെ ജീവൻ നഷ്ടമായി. പക്ഷേ ഈ ബസ് മരത്തിൽ തങ്ങി നിന്നു. ഏതാണ്ട് 20 അടിയോളം താഴ്ചയിലേക്ക് എത്തിയ ഒരു മരത്തിൽ തങ്ങി നിന്നതുകൊണ്ടാണ് വലിയ അപകടത്തിലേക്ക് ഇത് നയിക്കാഞ്ഞത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. ഏതാണ്ട് 3 പേരുടെ മരണം സംഭവിച്ചു. ഇത് മാവേലിക്കര സ്വദേശികളായിട്ടുള്ള ആളുകളാണ് ഈ ബസ്സിലുള്ളത്. ഇവർ 5-ാം തീയതിയാണ് തഞ്ചാവൂരിലേക്ക് യാത്ര പുറപ്പെട്ട് തിരിച്ചിപ്പോൾ മടങ്ങുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ബ്രേക്ക് നഷ്ടപ്പെട്ടു. ഈ സമയത്ത് അപകട സമയത്ത് ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് ബസ്സിന്റെ ഡ്രൈവർ വിളിച്ചുറക്കെ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ യാത്രക്കാരും നമുക്ക് നൽകുന്ന വിവരം. ആ യാത്രക്കാരിൽ പലരും ഇപ്പോൾ മുണ്ടക്കയത്തെ ആശുപത്രിയിലേക്ക്, ആദ്യം താലൂക്ക് ആശുപത്രിയിലായിരുന്നു, പിന്നീട് ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ നിന്ന് 2 പേരെയാണ് കോട്ടയത്തേക്ക് റെഫർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ 2 പേരുടെയും പരിക്ക് അല്പം ഗുരുതരമാണ്. പക്ഷേ മറ്റുള്ളവർ അത്ര ഗുരുതരമായ പരിക്കുകൾ ഇല്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന മണിക്കൂറുകളിൽ ഈ ആശുപത്രി അധികൃതർ കൂടുതൽ ജാഗ്രത പുലർത്തി മറ്റു പരിക്കുകളുള്ളവരെ കൂടുതൽ ചികിത്സയ്ക്കായി വിധേയമാക്കുമെന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. മാവേലിക്കരയിൽ നിന്ന് പുറപ്പെട്ട ബസ്സാണ് ഇത്. ആൽവിൻ തുടരുക. ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് MP കൂടി ചേരുകയാണ്. അവിടെ നിന്ന് ഡീൻ കുര്യാക്കോസ്, ഈ ആളുകളുമായോ അല്ലെങ്കിൽ അധികൃതരുമായി സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്ന് വ്യക്തമാകുന്നത്? ഞാൻ ആശുപത്രി അധികൃതരുമായി സംസാരിച്ചു, മറ്റു ഓഫീഷ്യൽസുമായിട്ട് സംസാരിച്ചു. ഇത് സംബന്ധിച്ചിപ്പം പറയപ്പെടുന്ന പോലെ 3 പേരുടെ മരണം സ്ഥിരീകരിച്ചു. ഇരുവരും അവിടെ തന്നെ മാറ്റുന്നതാണ്. അതിനകത്ത് ഒരാളുടെ നില ഒരല്പം ബുദ്ധിമുട്ടായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്, ഒരു സ്ത്രീയുടെ അവസ്ഥ. അപ്പൊ ഇതാണ് അവിടെ ആശുപത്രി. ഞാനിപ്പോൾ അവിടേക്ക് ഒരു 1/2 മണിക്കൂർ ദൂരത്ത് നിൽക്കുകയാണ്. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ അവിടെ എത്തും. ഇത്രയും കാര്യങ്ങളാണ്. ഏതായാലും എല്ലാ ആളുകളെയും ആശുപത്രികളിൽ എത്തിച്ചു. 29 പേരെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ് എത്തിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്നും 4 പേരെ പാലായിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പുലർച്ചെ കഴിഞ്ഞ് ഉള്ള ഒരു സമയമായിട്ട് കൂടി തുടക്കത്തിൽ തന്നെ ഒരു രക്ഷാപ്രവർത്തനം നടത്താനായി. അത് വലിയ തരത്തിൽ നടത്താനായത് തന്നെ ഒരു ഭാഗ്യമായല്ലേ? ആ പ്രദേശം എന്ന് പറയുന്നത് ഈ പോയിട്ടുള്ള ആളുകൾക്കറിയാം, കുട്ടിക്കാനം മുതൽ മുണ്ടക്കയം വരെ ചുങ്കത്തായ ഒരു ഇറക്കമാണ്. ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം പരിചയമില്ലാത്ത ആളുകൾ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രയാസമുണ്ട്. അതോടൊപ്പം തന്നെ ശബരിമല സീസണാണ്. വാഹനങ്ങളുടെ എണ്ണം ധാരാളമായി വർദ്ധിച്ചിട്ടുണ്ടാവും. വളവുകൾ ധാരാളമായിട്ടുണ്ട്. ഇതൊക്കെ ഒരു ആക്സിഡന്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പൊ അവിടുത്തെ പ്രദേശവാസികൾ ഏത് സമയത്തും ഈ ആക്സിഡന്റ് റിക്കവറിയുമായി ബന്ധപ്പെട്ടൊക്കെ നന്നായി സംഘടിക്കുന്നവരും പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുന്നവരുമാണ്. നല്ല നിലയിലൊക്കെ അവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്കൊക്കെ പരിചയമുള്ള ആളുകളാണ്. ആ മേഖലയിൽ താമസിക്കുന്ന എല്ലാ ആളുകളും. അപ്പൊ അത് വളരെ പെട്ടെന്ന് തന്നെ അവർക്കെല്ലാം ഓടിയെത്താനും കാര്യങ്ങൾ ക്രമീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഡീൻ, അതോടൊപ്പം ഇത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സ്ഥിരമായി അപകടത്തിനൊരു സാധ്യതയുള്ള ഒരു സ്ഥലം, അതുകൂടി നമ്മൾക്ക് മാറ്റാനുള്ള ഒരു നടപടികൾ കൂടി ഇനി വരേണ്ടതല്ലേ? കാരണം നിരന്തരം ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നു, ആളുകളുടെ മരണം സംഭവിക്കുന്നു. നമ്മൾ അത്തരം വാർത്തകൾ തന്നെ വീണ്ടും വീണ്ടും കേൾക്കേണ്ടി വരുന്നു. ദേശീയപാത 183 അത് കൊല്ലം ദിണ്ടിഗൽ. അപ്പം അതിന്റെ ഭാഗമായിട്ടുള്ള മുണ്ടക്കയം കുമളി എക്സ്റ്റന്റ് ആണ് 50 കിലോമീറ്റർ ഭാഗം. ആ പ്രദേശത്ത് 3 ക്യാപിറ്റൽ നോട്ടിഫിക്കേഷൻ, അതായത് ദേശീയപാതയുടെ വികസനം തീരുമാനിക്കപ്പെടുകയും 3 ക്യാപിറ്റൽ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാൻ ഇപ്പോൾ അലൈൻമെന്റ് ഉൾപ്പെടെ അപ്രൂവലായി നിൽക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. റോഡ് വികസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആക്സിഡന്റിന് തരണം ചെയ്യാൻ കഴിയത്തുള്ളൂ. ഈ പറയപ്പെടുന്ന പോലെ വീതി വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്.
അതോടൊപ്പം തന്നെ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം നമുക്ക് ഉറപ്പുവെക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് റോഡ് വികസനം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ അവിടുന്ന് ഈ ആക്സിഡന്റ് വളരെ ദൗർഭാഗ്യകരമാണ്. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തതല്ല. പക്ഷെ എന്നാലും ആക്സിഡന്റ് പ്രോൺ ഏരിയ ആയിട്ട് വിലയിരുത്തപ്പെട്ടിട്ടുള്ള ഒരു മേഖലയാണത്. വളരെയധികം നന്ദി ശ്രീ ഡീൻ കുര്യാക്കോസ് പ്രതികരിച്ചതിന്. ആൽവിൻ, ഇപ്പോൾ ഡീൻ പറയുന്നത് പോലെ തന്നെ അത് ഒരു അപകട മേഖല തന്നെ ആയിരുന്നു. ആ സ്ഥിരമായി എന്തായാലും അത് അറിയുന്നത് കൊണ്ട് തന്നെ ആ നാട്ടുകാർ തുടക്കത്തിൽ തന്നെ ഇടപെട്ടത്. രക്ഷാപ്രവർത്തനം അതിരാവിലെ തന്നെ ഈ പ്രശ്നമുണ്ടായി ഉടൻ തന്നെ ആളുകൾ ഒത്തുകൂടി അത് രക്ഷാപ്രവർത്തനം തുടങ്ങിയത് അത് വലിയ തരത്തിൽ ഒരു ഭാഗ്യമായി. അങ്ങനെ തന്നെയാണ്. ഈ ആ മേഖല എന്ന് പറയുന്നത് നമുക്കത് സഞ്ചരിക്കുമ്പോൾ മനസ്സിലാവും. ആ വലിയ ഇറക്കവും വളവും നിരവധി വളവുകളും ഒക്കെയുള്ള സ്ഥലമാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് മലയേറി പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ദേശീയപാത കൂടിയാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള വളവും അതോടൊപ്പം തന്നെ ഇറക്കവും, വലിയ ഇറക്കവും കുത്തനെയുള്ള ഇറക്കവും ഒക്കെ ഉള്ളത്. ഏതായാലും ഈ അപകടം നടന്ന ഉടൻ തന്നെ ആ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളും ഒപ്പം തന്നെ അതുവഴി സഞ്ചരിച്ചിരുന്ന ആളുകളും, ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് സൂചിപ്പിച്ചതുപോലെ നിരവധി ശബരിമല യാത്രക്കാർ അതുവഴി പോകുന്നുണ്ട്, തീർത്ഥാടകരായിട്ടുള്ള ആളുകൾ. അവരുടെ വണ്ടികളൊക്കെയും പെട്ടെന്ന് അവിടെ നിർത്തിയ ശേഷം അവരും ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധി ആളുകൾ പെട്ടെന്ന് ആ പ്രദേശത്തുള്ള ആളുകളെ വരികയും അവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. പിന്നീടാണ് ഉടൻ തന്നെ ഫയർഫോഴ്സും പോലീസും അടക്കമുള്ള സംവിധാനങ്ങൾ എത്തുന്നത്. മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും വാഹനത്തിലാണ് പെട്ടെന്ന് പരിക്കേറ്റവരെ കൊണ്ട് ആദ്യം ആശുപത്രിയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും പെട്ടെന്ന് അവസരോചിതമായി നടന്ന ഒരു ഇടപെടൽ, ആ പ്രദേശത്ത് നടന്ന ഇടപെടൽ അത് കൂടുതൽ അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു എന്നുള്ളതാണ്. കൂടുതൽ അപകടം ഉണ്ടാകാതെ, വലിയ വ്യാപ്തി ഉണ്ടാകാതെ അത് രക്ഷയായി എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 3 പേരുടെ മരണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. 2 പേരുടെ നില ഗുരുതരമാണ്. അവർ 2 പേരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 3 പേരും മാവേലിക്കര സ്വദേശികളാണ്. മാവേലിക്കര സ്വദേശികളായിട്ടുള്ള അരുൺ ഹരി, രമ മോഹൻ, സംഗീത് എന്നിവരാണ്. 2 പുരുഷന്മാരും 1 സ്ത്രീയുമാണ് ഈ അപകടത്തിൽ മരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. വിജീഷ്. ശരി ആൽവിൻ, എന്തായാലും 34 പേരുണ്ടായിരുന്ന ബസ്സാണ്. 500 അടി താഴ്ചയിലേക്കൊക്കെ പോകാനുള്ള ഒരു സാഹചര്യമുള്ള ഒരു കൊക്ക സമീപത്തുണ്ടായിരുന്നു. പക്ഷേ ഒരു മരത്തിൽ തട്ടി ആ ബസ് അവിടെ സമീപത്ത് തന്നെ കുടുങ്ങി കിടക്കുന്നതിനാൽ രാവിലെ തന്നെ രക്ഷാപ്രവർത്തനം എല്ലാവർക്കും നടത്താനായി. എന്തായാലും 3 പേരുടെ മരണം സ്ഥിരീകരിച്ചു. ഇടുക്കി പുല്ലുപാറയിലാണ് KSRTC ബസ് മറിഞ്ഞ് അപകടമുണ്ടായത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആൽവിൻ തോമസ്.